നമസ്കാരം. അസ്ട്രോളജി മാസ്റ്റർ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 7-ാം ഭാവവുമായിട്ട് കളത്രഭാവവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതിനോടൊപ്പം അതുമായിട്ട് ബന്ധപ്പെടുത്തി പല വിഷയങ്ങളും നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന 7th ഹൗസ് ലോഡ് കർമ്മഭാവത്തിൽ നിന്നാൽ 10ാം ഭാവത്തിൽ നിന്നാൽ എന്തായിരിക്കും ഫലം എന്നുള്ളതാണ്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ജോലി സ്ഥലത്ത് വെച്ച് പരിചയപ്പെട്ടവരോ അല്ലെങ്കിൽ ഒരേ ജോലി ചെയ്യുന്ന പങ്കാളിയോ ലഭിക്കാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ വിവാഹശേഷം ജോലിയിൽ ഉയർച്ചയുണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ പങ്കാളിക്ക് ജോലിയിൽ വളരെ ആത്മാർത്ഥതയും അതോടൊപ്പം തന്നെ ചിലപ്പം നിങ്ങളെ പങ്കാളി വന്നതിന് ശേഷം നിങ്ങളെ അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ ആ സ്ത്രീയുടെയോ ജോലിയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയും നിങ്ങൾക്ക് ജോലിക്ക് വേണ്ട സപ്പോർട്ടുകൾ ചെയ്തു തരികയൊക്കെ ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഉയർച്ചകൾ, പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കാർമിക് ലെവൽ, കർമ്മയുടെ ലെവൽ, അതായത് കാർമിക് ഡെപ്റ്റ് എന്നുള്ള രീതി, കർമ്മഫലം എന്നുള്ള രീതിയിലല്ല. ഇവിടെ കർമ്മം എന്ന് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രയത്നം, ഈ ജന്മത്തിലെ കോൺട്രിബ്യൂഷൻ എന്നുള്ള രീതിയിലാണ്. അതായത് ആഗമിക കർമ്മങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ആൾക്കാരായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടൊരു കാര്യം. എന്ന് പറഞ്ഞാൽ 7th ഹൗസ് ലോഡ് 10th നിന്ന് കഴിഞ്ഞാൽ തമാശയ്ക്ക് പറയുന്നൊരു കാര്യമുണ്ട്. ഇത് 7ാം ഭാവാധിപൻ 10ൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വർക്കഹോളിക് ആയിരിക്കും എന്നുള്ളത് സത്യമാണത്. എൻ്റെ ജാതകത്തിൽ 7ാം ഭാവാധിപൻ 10ലാണ്, ജോലിയിലാണ്, എൻ്റെ ജീവിതമേ അതിലാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതും എല്ലാ കാര്യങ്ങളും, എൻ്റെ എല്ലാ ചിന്താധാരകളും ജോലിയുമായിട്ട് കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. വളരെ വർക്കഹോളിക്കാണ്. അപ്പം വിവാഹശേഷം കരിയറിൽ വലിയ ഉയർച്ച ഉണ്ടാകും എന്നുള്ളതാണ്, അതും സത്യമാണ്. വിവാഹശേഷമാണ് കരിയറിൽ ഹൈലി സക്സസ്ഫുൾ ആയതും. ഈ ജോലി സ്ഥലത്ത് വെച്ച് പങ്കാളിയെ കണ്ടെത്താം എന്നുള്ള ചില അഭിപ്രായങ്ങൾ, എൻ്റെ ജാതകത്തിൽ ഇത് വർക്കായിട്ടില്ല. ചിലരുടെ ജാതകത്തിൽ, ചില ആൾക്കാരിൽ ഇതൊരു 10-40 എണ്ണത്തോളം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ചിലയിടത്ത് അത് വർക്കാവും. ജോലി സ്ഥലത്ത് വെച്ച് പങ്കാളിയെ കാണുകയോ അല്ലെങ്കിൽ ജോലിക്ക് ശ്രമിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരുമിച്ച് ഒരേ കോളേജിൽ പഠിച്ചവരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പഠനം ആയിട്ട് ബന്ധപ്പെട്ടുള്ള ജോലികളുണ്ടല്ലോ. ഇപ്പോൾ വിദ്യാഭ്യാസ സ്ഥലത്ത് വെച്ചാവാം ചിലപ്പോൾ. കാരണം എന്തെങ്കിലും ഒരു സ്ട്രീം സെലക്ട് ചെയ്ത് പഠിക്കുമ്പം അവിടെ വെച്ച് ഒരേ സ്ട്രീമിലുള്ളവരാവാം. അങ്ങനെയൊക്കെ വരാം എന്നുള്ളതാണ്. നെഗറ്റീവ് എഫക്റ്റുകൾ പറയാം. ജോലിയിലെ തിരക്ക് കാരണം ദാമ്പത്തിക ജീവിതത്തിൽ സമയം കുറവായിരിക്കും എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രധാന കാരണം. കാരണം ജോലിയുടെ കാര്യം അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പം ദാമ്പത്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതും കുടുംബപരമായിട്ടുള്ള പല കാര്യങ്ങളിലും പല ഫങ്ഷനിലും ഒന്നും കൃത്യസമയത്ത് എത്തിപ്പെടാത്തതിൻ്റെ ഇതനുസരിച്ച് വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. പലപ്പോഴും 7th ഹൗസ് ലോഡ് 10th നിൽക്കുന്നവർക്ക് ബന്ധുക്കളുടെയൊക്കെ ഇടയിൽ നിന്നും ഒരുപാട് പ്രഷർ വരും. ഇതിങ്ങനെ പ്രധാനപ്പെട്ട ദിവസങ്ങളിലോ ഒക്കേഷൻസിലോ ഒന്നും ഫാമിലിയായിട്ട് പോകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് വളരെ പാടായിരിക്കും. വർക്ക് ലോഡ് കാരണം, അതിൻ്റെ പ്രഷർ കാരണം ഒക്കെ അത് ബുദ്ധിമുട്ടുണ്ടാവാൻ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതൊരു നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. വീട്ടിലെ സമയത്തിനേക്കാട്ടിലും കൂടുതൽ, ഫാമിലി ടൈമിനെക്കാട്ടിലും കൂടുതൽ ജോലിയുമായിട്ടോ അല്ലെങ്കിൽ അതൊരു പാഷനായിട്ടുള്ള കാര്യത്തിലോ ആയിരിക്കും കൂടുതൽ. നിത്യജോലി എന്ന് പറയുന്ന 6ആണ്. ഒരാളുടെ കീഴിൽ പണിയെടുക്കുക അല്ലെങ്കിൽ കാശിന് വേണ്ടി ജോലി ചെയ്യുന്നത് 6th ഹൗസാണ്. 10th ഹൗസ് എന്ന് പറയുന്നത് നമ്മുടെ ദൗത്യമാണ്, ഈ ജന്മത്തിൻ്റെ നിയോഗമാണ്. അപ്പം 7th ഹൗസ് ലോഡ് 10th പോകുമ്പോൾ അതിന് ശേഷം വിവാഹശേഷമൊക്കെ കിട്ടുന്ന ജോലിയല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്യുമ്പം വീടിനേക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം ജോലിക്ക് വരും.
കാരണം ആ ജോലിയാണ് ബാക്കി എല്ലാ കാര്യങ്ങളും. കാരണം അങ്ങനെയുള്ളവരുടെ ഒരു മെയിൻ അച്ചുതണ്ടെന്ന് പറയുന്നത്, അവരുടെ ഒരു മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത്, ഒരു ഫോക്കൽ പോയിൻ്റ് എന്ന് പറയുന്നത് ഇതുള്ളത് കൊണ്ടാണല്ലോ ബാക്കിയുള്ളതെല്ലാം ഉള്ളത്. ഇതില്ലെങ്കിൽ പേരില്ല, പ്രശസ്തിയില്ല, സമ്പത്തില്ല, കുടുംബമില്ല, ആരുമില്ല. ഇതുള്ളത് കൊണ്ടാണല്ലോ ഇതെല്ലാം ഉള്ളത്. അപ്പോൾ അതിനല്ലേ ഏറ്റവും കൂടുതൽ കർമ്മത്തെ ഈശ്വരനെ പോലെ കാണുന്നൊരവസ്ഥയിലേക്ക് വരും. അതുണ്ടാക്കുന്നു. ഫാമിലി ടൈമും മറ്റുള്ള കാര്യങ്ങളും മാനേജ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ, പ്രത്യേകിച്ച് പാർട്ട്ണറായിട്ട് വരുന്ന ആൾ ശ്രദ്ധിക്കണം. പാർട്ട്ണറായിട്ട് വരുന്ന ആൾ ഒരുപാട് നേരം സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച് കൂടിയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ, ഇതൊന്നും മനസ്സിലാക്കാതെ അവർക്ക് അവരുടേതായ കർമ്മങ്ങളില്ലാത്ത ഒരാളാണെങ്കിൽ, അവരൊറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും. അപ്പം 7th ഹൗസിലോട് 10th അതുപോലെ 7th ഹൗസിന് നല്ല ബലമുള്ള ഒരാളെ വേണം വിവാഹം കഴിക്കാൻ. വിവാഹം കഴിച്ചാലേ നമ്മുടെ കരിയറിനും മുന്നോട്ടുള്ള കാര്യത്തിനുമൊക്കെ അത്രയും സപ്പോർട്ടീവ് സിസ്റ്റമായിട്ട് അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ടാവും ചെയ്യാൻ. അവരുടേതായ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവും. അപ്പം സ്വാഭാവികമായിട്ടും 7th ഹൗസിലൂടെ 10th നിൽക്കുന്നവർക്ക് അവർക്ക് അവരുടേതായ കാര്യങ്ങളിലൂടെ വരുമ്പോഴത്തേക്ക് രണ്ടുപേരും പരസ്പരം സാഹചര്യങ്ങൾ കൊണ്ട് മനസ്സിലാക്കുന്ന അവസ്ഥയിലേക്ക് വരികയും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പം അങ്ങനെ 7th ഹൗസ് ലോർഡ് 10th നിൽക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ മുൻജന്മത്തിൽ ഒന്നിച്ച് പ്രവർത്തിച്ചവരോ അല്ലെങ്കിൽ ഒരേ പാറ്റേണിൽ ചിന്തിച്ചിരുന്ന 2 സോളുകളോ, അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലെ നിങ്ങളുടെ ഭാര്യയോ, അല്ലെങ്കിൽ ഒരേപോലെ ഒരുമിച്ചൊരു കാര്യങ്ങൾ ചെയ്തിരുന്ന കൊളീഗ്സോ, അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഒരേ ചിന്താഗതിയിൽ പോയിരുന്ന ആൾക്കാരോ ആവാം. നിങ്ങൾ ഈ ജന്മത്തിൽ ലോകത്തിൽ എന്തെങ്കിലും സംഭാവന ചെയ്യണം, അല്ലെങ്കിൽ സംഭാവന നൽകാൻ വേണ്ടി വിധിക്കപ്പെട്ടവരായതുകൊണ്ട് തന്നെയാണ് ഒത്തുചേരുന്നതെന്നും കൂടി ഓർത്തുകൊള്ളുക. ചിലപ്പം നിങ്ങളുടെ ഇപ്പോൾ 7th ഹൗസിലോട് 10th നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതേ പാറ്റേണിലുള്ള ജോലിയൊന്നും ആയിരിക്കത്തില്ല നിങ്ങളുടെ പാർട്ട്ണർ വരുന്നത്. പക്ഷേ നിങ്ങളുടെ ഈ 7th ഹൗസിലോട് 10th ബലവാനായിട്ട് നിന്നാൽ അതിൽ സപ്പോർട്ടീവ് സിസ്റ്റവും കൂടി ആയിരിക്കും ഇവർ. ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കില്ല, ഉറപ്പാണത്. അതുകൊണ്ട് അങ്ങനെയുള്ള ജാതകം നോക്കിയെടുക്കണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങളുടെ ഫോക്കൽ പോയിൻ്റ് വർക്കിലായിരിക്കും. അതിനെ അസ്വസ്ഥമാക്കിയാൽ നിങ്ങൾ തളരും, ഇല്ലാതാവും. നിങ്ങളുടെ കർമ്മമാണ് നിങ്ങളുടെ ഈശ്വരൻ എന്നുള്ളത് കൊണ്ട് അതിൽ ശ്രദ്ധയും വായിക്കാനും എഴുതാനും അല്ലെങ്കിൽ ആ വിഷയത്തിൽ കൂടുതൽ റിസർച്ച് ചെയ്യാനും നിങ്ങൾക്ക് സമയം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ തളർന്നു, ഹാപ്പിനെസ് നഷ്ടപ്പെട്ടു പോകും. അതേത് മേഖലയാവാം, കിള മുതൽ ചെറുതായിട്ട് കിളയ്ക്കുന്നിട മുതൽ എന്തുമാവാം. അപ്പോൾ അതിനെ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല കൂടെയുള്ളതെന്നുണ്ടെങ്കിൽ അത് പരാജയത്തിലേക്ക് വരും. അപ്പോൾ ഒരുമിച്ച് ലോകത്തെന്തെങ്കിലും സംഭാവന ചെയ്യാൻ വിധിക്കപ്പെട്ടവരായിരിക്കും എന്നുള്ളതാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. അത് നിങ്ങൾ കൂടുതൽ ജാതകങ്ങൾ അത് നോക്കി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം എനിക്കതിനകത്ത് തോന്നിയത് എൻ്റെ ഒരു അനുഭവം കൂടെ വെച്ച് ഞാൻ പറയാം. ഇതിനകത്ത് എല്ലാം ഒന്നും എൻ്റെ അനുഭവങ്ങളൊന്നുമല്ല, കുറച്ച് കാര്യങ്ങൾ, ഒരു 3-4 കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ്. ബാക്കിയെല്ലാം പലരുടെ ജാതകങ്ങൾ ഒത്തുചേർത്ത് പറയുന്നതാണ്. എൻ്റെ ജാതകത്തിലെ 10ാം ഭാവം മറ്റ് പല ഭാവങ്ങളുടെ ഇൻഫ്ലുവൻസസും കൂടിയാണ് അതിലേക്ക് വരുന്നത്. എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും. അതുകൊണ്ട് അതിനകത്ത് ഏറ്റവും എവിഡൻ്റ് ആയിട്ടുള്ള കാര്യം മാത്രമാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പം അതിലെനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. കർമ്മമാണ് ഏറ്റവും വലിയ പൂജ, ഏറ്റവും വലിയ ദൈവീകമായ കാര്യം. അതിനെ ഈശ്വരനായിട്ട് കാണുക എന്നുള്ളതാണ്. ഈ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും എല്ലാവരുടെ നമ്മുടെ കർമ്മം 7th ഹൗസിലൂടെ 10th നിൽക്കുന്നവർ ചെയ്യുന്ന പ്രവൃത്തി ഈശ്വരാനുഗ്രഹമായിട്ട് കാണുക. ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നതെന്ന് കാണുക. ഈ എടുക്കുന്ന ശ്വാസം തിരിച്ചു വന്നില്ലെങ്കിൽ ഞാൻ എന്നുള്ള ഇത് എന്നേക്കുമായ യൂണിവേഴ്സിൽ നിന്നും ഇവിടുന്ന് ഈ സാധനം, ഈ യുണീക്കായിട്ടുള്ള പീസ് ഇവിടെ അപ്രത്യക്ഷമാവുകയാണ്. ആ ബോധമുണ്ടായിരിക്കുക. എത്ര ജാട എടുത്താലും, എത്ര ഞാൻ സമ്പന്നനാണെന്നും എത്ര കഴിവുള്ളവനാണെങ്കിലും ഇത് ഇങ്ങോട്ട് നിന്നില്ലെങ്കിൽ തീർന്നു. അതോടുകൂടി ലോകം മുന്നോട്ട് പോവും, ഇതില്ലാതാവും, പുതിയ പുതിയ കാര്യങ്ങൾ വരും. കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ നീർക്കുമളകളെ പോലെ പൊട്ടിപ്പോകുന്ന
ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട് എൻ്റെ ഈഗോ അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ കർമ്മമാണ് പൂജ എന്ന് സ്വയം മനസ്സിലാക്കി കടമകൾ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോവുക. 7th ഹൗസിലൂടെ 10th നിന്നാൽ കർമ്മത്തിൽ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിലെ കടമകളും ചുറ്റുപാടുമുള്ളവർക്കും ചെയ്യേണ്ട ഓരോരോ കാര്യങ്ങളും ചെയ്ത് തീർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ഡെപ്റ്റ്. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുക. തിരിച്ച് പ്രതീക്ഷിച്ചാൽ എത്ര സന്തോഷത്തോടുകൂടി ചെയ്തു കൊടുത്താലും എവിടെയൊക്കെയാണോ പ്രതീക്ഷിക്കുന്ന സ്ഥലങ്ങളെല്ലാം വേദനകളായി മാറും. അതുകൊണ്ട് ഒന്നും പ്രതീക്ഷിക്കാതെ സന്തോഷത്തോടു കൂടി കർമ്മം ചെയ്യുക. അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷങ്ങളിൽ നമുക്ക് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആചാര്യൻ എന്നുള്ള രീതിയിൽ, ഭാര്യ എന്നുള്ള രീതിയിൽ, ഭർത്താവ് എന്നുള്ള രീതിയിൽ, കൂട്ടുകാരൻ എന്നുള്ള രീതിയിൽ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് വേറെ വല്ലതുമായിരിക്കും. പക്ഷെ നമ്മുടെ കടമ നമ്മുടെ കയ്യിൽ ഇതനുസരിച്ച് ചെയ്തു കൊടുത്തുകൊണ്ട് കൃത്യമായി ചെയ്ത് തന്നെ മുന്നോട്ട് പോയാൽ അത് തന്നെ സ്നേഹത്തിൻ്റെ മറ്റൊരു സ്വരൂപം തന്നെയാണ്. 7th ഹൗസിലൂടെ 10th നിൽക്കുന്നവർക്കാണ് ഈ ഉപദേശം കേട്ടോ. കാരണം സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വരൂപം എന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടെയുള്ള ആൾ, ഇപ്പം എൻ്റെ മാത്രമല്ല 7th ഹൗസിലൂടെ 10th നിൽക്കുന്നത്, അവർ പ്രതീക്ഷിക്കുന്നത് ചിലപ്പം ഒരു മെഴ്സഡീസ് ബെൻസ് കാറാണെങ്കിൽ എൻ്റെ അവസ്ഥയിൽ ഇപ്പോൾ ഉള്ളതൊരു സൈക്കിളെ മേടിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റത്തുള്ളെങ്കിൽ അത് മേടിച്ചു കൊടുക്കുക. നമുക്കത് ചെയ്യാവുന്നതിൻ്റെ മാക്സിമം ചെയ്തു കൊടുക്കുക. ചിലപ്പോൾ അവരുടെ പ്രതീക്ഷ വലുതായതുകൊണ്ട് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണം എന്നില്ല. പക്ഷേ ചെയ്തു കൊടുത്തതിൻ്റെ ചാരിതാർത്ഥ്യത്തിൽ സ്വസ്ഥമായിട്ടിരിക്കുക. അങ്ങനെ ഓരോരോ കടമകൾ ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുമ്പം കർമ്മം ഡെപ്റ്റ് കുറഞ്ഞു വന്ന് നിങ്ങളൊരു വലിയ നിയോഗത്തിലേക്ക് കൊണ്ടുവന്നിടും. ആ വലിയ നിയോഗത്തിൻ്റെ ഒരു വലിയ കാര്യത്തിൻ്റെ ഭാഗമായി നിങ്ങൾ മാറുമ്പം എല്ലാം വന്നു ചേരുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം 7th ഹൗസിലൂടെ 10th നിൽക്കുമ്പം ശുക്രനും ഒക്കെ നല്ല ബലമൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭാര്യയിൽ നല്ല ഭർത്താവായിരിക്കും, നല്ല സപ്പോർട്ടീവ് സിസ്റ്റം ആയിരിക്കും. എത്ര പണിയെടുത്താലും 2 ദിവസം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വീട്ടിലുള്ളവർ തന്നെ ചോദിച്ചു തുടങ്ങും, ഇന്ന് ജോലിയൊന്നും ഇല്ലേന്ന്, ചുമ്മാ ഇരിക്കുന്ന കാണുന്നു എന്നൊക്കെ തന്നെ ചോദിച്ചു തുടങ്ങും. അപ്പോൾ നമ്മൾ തന്നെ ആലോചിക്കുന്നു, അവർക്കതൊരു ശീലം. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മയടക്കം ചോദിച്ചു തുടങ്ങി, ഇന്ന് പുസ്തകമൊന്നും കൈ കാണുന്നില്ലല്ലോ, അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണല്ലോ, വെറുതെ കിടക്കുവാണല്ലോ, എന്ത് പറ്റി, വല്ലതും വയ്യേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമ്മൾ ആലോചിക്കുക, നമുക്ക് തന്നെ സ്വയം ഒരു തോന്നൽ, വയ്യേ, ഞാനൊരു ദിവസം ഒന്ന് റെസ്റ്റ് എടുത്തോട്ടെ, റെസ്റ്റൊക്കെ എടുക്കുമല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മളെ തന്നെ അതൊരു യൂഷ്വലായി തുടങ്ങും. ഇതേ കാര്യങ്ങളെല്ലാം അവർക്ക് അതുമായിട്ട് അങ്ങനെ അങ്ങ് ആവും. ഓരോ ഭാവാദിയും ഓരോരുത്തടത്ത് നിൽക്കുമ്പോൾ നമ്മൾ അതാത് രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ, അതാത് രീതികൾക്കനുസരിച്ച് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചാൽ സാഹചര്യം അതിനനുസരിച്ച് വരും. പക്ഷെ എല്ലാത്തിലും ചെയ്യുന്നതിലെല്ലാം കറക്റ്റ് ഫോക്കസ്ഡ് ആയിരിക്കണം, ധാർമ്മികമായിരിക്കണം, 100% ഡെഡിക്കേഷനോടുകൂടി വേണം ചെയ്യാൻ എന്നുള്ളതാണ്. അതുകൊണ്ട് എൻ്റെ ഏറ്റവും വലിയ പൂജ, ഏറ്റവും വലിയ റിച്വൽ എന്ന് പറയുന്നത് കർമ്മം തന്നെയാണ്. കടമകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ സ്നേഹവും എന്നുള്ളത് 7th ഹൗസിലൂടെ 10th നിൽക്കുന്നവർക്ക്. അപ്പോൾ 7ാം ഭാവാധിപൻ 11 നിന്നാൽ എന്താണ് ഫലം എന്നുള്ളത് നോക്കാം. മിക്കവാറും 7th ഹൗസിലൂടെ 11th നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആഗ്രഹിച്ച പങ്കാളിയെ പ്രണയിച്ച് വിവാഹം കഴിക്കാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ. അതേപോലെ തന്നെ വിവാഹശേഷം സാമ്പത്തികമായിട്ട് ഒരുപാട് ഐശ്വര്യങ്ങൾ വന്നു ചേരും എന്നുള്ളതാണ്. പ്രകൃതിയുടെ ഒരുപാട് അനുഗ്രഹങ്ങൾ വന്നു ചേരും. ഭൗതികപരമായിട്ടുള്ള ഒരുപാട് വളർച്ചകളുണ്ടാവും. വലിയ കഷ്ടപ്പാടുകളൊന്നും ഇല്ലാതെ തന്നെയൊക്കെ റെഡിയായി വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പ്രണയിച്ചുള്ള വിവാഹം വരുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പങ്കാളി ഒരു നല്ല സുഹൃത്തിനെ പോലെ ആവാം എന്നൊക്കെയാണ്. അതുപോലെ തന്നെ ഒരുപാട് റൊമാൻറ്റിക്കായിട്ടുള്ള ലൈഫ് സിറ്റുവേഷൻസ് 7th ഹൗസിലൂടെ 11th നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് നല്ല അനുഭവങ്ങൾ, നല്ല കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടാവാനുള്ള യോഗം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക. അതുപോലെ തന്നെ 7th ഹൗസിലൂടെ 11th നിന്നുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 വയസ്സ് മുതൽ, ഒരു 16 മുതൽ 17 വയസ്സ് മുതൽ ഒരു 28-30 വയസ്സ് വരെ നിങ്ങൾ ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പിലൊന്നും പോയി ചാടി ജീവിതം നശിപ്പിക്കാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ്. കാരണം
ഈ 7th ഹൗസിലൂടെ 11th നിന്നുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പങ്കാളിക്ക് അല്ലെ നിങ്ങൾക്ക് എപ്പോഴും സുഹൃത്തുക്കളോടൊപ്പം കറങ്ങാനും പാർട്ടികൾക്ക് പോകാനും ഒക്കെ കൂടുതൽ താല്പര്യമായിരിക്കും. അങ്ങനെയുള്ള എൻജോയ്മെൻറ്റുകൾക്കൊക്കെ താല്പര്യമായിരിക്കും. പക്ഷേ ഈ 11th ഹൗസ് എന്ന് പറയുന്നത് മോക്ഷ രാശിയുടെ, അതായത് ലഗ്നത്തിൻ്റെ 12ാം രാശിക്ക് തൊട്ട് മുമ്പുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഒരുപാട് തിരിച്ചടികൾ, നല്ല ഒരുപാട് അനുഭവങ്ങളെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് പകരം ഞാനായിട്ട് തന്നെ നശിപ്പിച്ചത് എൻ്റെ ജീവിതം എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. പ്രത്യേകിച്ച് ഒരു 18 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെയൊക്കെ നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആ കാലയളവിൽ റിലേഷൻഷിപ്പ് ഫെയില്യൂർ വന്നിട്ട് നെഗറ്റീവ് എഫക്റ്റാണ് പറയുന്നത്. ഒന്നിലധികം ബന്ധങ്ങളിലേക്കൊക്കെ പോയി ചിലപ്പോൾ ചില ആൾക്കാരുടെ കർമ്മദുരിതങ്ങൾ, അത് മിക്ക ആൾക്കാരിലും, നല്ലൊരു ശതമാനം ആൾക്കാരിലും ഈ ബന്ധങ്ങളെന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലുള്ള ബന്ധങ്ങളായാലും, സൗഹൃദങ്ങളായാലും, അച്ഛനമ്മമാർ തമ്മിലുള്ള ബന്ധങ്ങളായാലും, ഏത് ബന്ധങ്ങളായാലും, പ്രണയം, രണ്ടുപേര് തമ്മിൽ ഒന്നിലധികം പ്രണയം ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ഒരു വലിയ ഇതായിട്ടാണ് പറയുന്നത്. അങ്ങനെയല്ല, നമ്മളിത് പഠനം എന്നുള്ള രീതിയിൽ നോക്കുമ്പം കർമ്മഫലത്തിൻ്റെ പൂർത്തീകരണത്തിനാണ് എല്ലാ ബന്ധങ്ങളും വരുന്നത്. ഒരു വിഷയത്തിൽ നിന്ന് പഠിച്ചില്ലെങ്കിൽ സ്ഥലം മാറും, ആൾ മാറും, വ്യക്തി മാറും, ലൂപ്പ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കർമ്മഫലം അതേപോലെ തന്നെ വരും, പെയിൻ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെ 1, 2, 3 പ്രാവശ്യമാകുമ്പോൾ നിങ്ങൾ തളരും. പിന്നെ ആ ട്രോമ ഹീൽ ചെയ്ത് നിങ്ങൾ പുറത്ത് വരിക എന്ന് പറയുന്നത് അത്ര ലളിതമായൊരു കാര്യമല്ല. അതെടുത്താൽ പോകാത്തൊരു കാര്യം. വർഷങ്ങളോളം നിങ്ങളുടെ ജീവിതം അങ്ങനെ പോകും. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു 18 വയസ്സ് മുതൽ ഒരു 30 വയസ്സ് വരെ നിങ്ങൾ സൂക്ഷിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അല്ലാതെ നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടാകുന്നത് അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ വിഷയമാണ്. അതിലൊന്നും അഭിപ്രായം പറയാൻ ആർക്കും അവകാശമില്ല. അതൊരു വ്യക്തി സ്വാതന്ത്ര്യമാണ്, അത് ഓരോരുത്തരുടെ. പക്ഷെ പറയുന്നതിൻ്റെ കാരണം, കാർമിക് ഡെപ്റ്റ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ശ്രമിച്ച് നിങ്ങളതിലേക്ക് പോയി പരാജയപ്പെട്ടാൽ, ആ ഒരു ട്രോമ ഹീലാവാത്തിടത്തോളം കാലം നിങ്ങൾക്ക് ഒരാളെ ജീവിതത്തിൽ പിന്നെ ഒരു റിലേഷൻഷിപ്പ് മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാവും. സന്തോഷം എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാവില്ല. ഇതെല്ലാം കഴിഞ്ഞൊരു നല്ല റിലേഷൻഷിപ്പിലേക്കാണല്ലോ, വിവാഹത്തിലേക്ക് എത്തിപ്പെട്ടാൽ ഈ ട്രോമ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാര്യ അല്ലെ ഭർത്താവിനെ നിങ്ങൾക്കൊരിക്കലും ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ പറ്റില്ല, അത് ഹീലാവാത്തിടത്തോളം കാലം. ആ അവസ്ഥയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അതിലുണ്ടാകുന്ന സന്താനങ്ങൾ, അവർ പിന്നീട് ഈ പ്രശ്നങ്ങൾ ഉള്ളിൽ കിടക്കാതെ ഹീലാവാതെ കിടക്കുന്നിടത്തുള്ള സന്താനങ്ങൾ വന്നു കഴിയുമ്പോൾ അതിനെ ആ രീതിയിൽ നിങ്ങൾക്ക് ഒന്നിനും ഒരു ട്രോമ ഇല്ലാതെയാണ് നിങ്ങൾ റിലേഷൻഷിപ്പിലേക്ക് വരുന്നതെങ്കിൽ, നിങ്ങൾ പരസ്പരം മനസ്സിലാക്കാനും സ്നേഹിക്കാനും തുടങ്ങുമ്പോൾ ഒരു ബോണ്ടിങ് അറിയാതെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടായാൽ ആ അറിവും അനുഭവത്തിലൂടെ ഉണ്ടാകുന്ന സന്താനങ്ങളെ നിങ്ങൾ കെയർ ചെയ്യുന്നതും ഈ ട്രോമയെല്ലാം വെച്ചിട്ട് അതിനെ ആ ഒരു ഇൻസെക്യൂരിറ്റി വെച്ചുണ്ടാകുന്ന റിലേഷൻഷിപ്പ് ഫെയിലിയേഴ്സും ഒരുപാട് കണ്ടിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. 7ാം ഭാവാധിപൻ 11ൽ നിൽക്കുന്നവർ ആ ഒരു പാർട്ടികളിലും അങ്ങനെയൊക്കെ പോകുന്നതൊക്കെ രസമാണ്, സന്തോഷമാണ്. അതൊക്കെ ഒരു പ്രായത്തിൻ്റെ എൻജോയ്മെൻ്റായിട്ട് കാണണം. പക്ഷേ റിയാലിറ്റിയാണ്. അവനവൻ്റെ കൂടെ അവനവൻ ഇരിക്കാത്തിടത്തോളം കാലം, അവനവനിൽ സ്നേഹം കണ്ടെത്താത്തിടത്തോളം കാലം, അവനവനെ കെയർ ചെയ്തിടത്തോളം കാലം, ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെയല്ലേ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാം. പക്ഷെ ഭൂരിപക്ഷം ആൾക്കാരും ദുഃഖിതരാണ്. പണ്ഡിത പാമര വ്യത്യാസം ഒന്നും ദുഃഖത്തിനില്ല. സാമ്പത്തികം ധനികനും ദരിദ്രനും എന്നുള്ള വ്യത്യാസം അതിനില്ല. കർമ്മഫലം എല്ലാവരെയും ബാധിക്കും. പണമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്കതിന് സുഹൃതമുള്ളത് കൊണ്ട്, ഭഗവാൻ അത് അനുഗ്രഹിച്ചു കൊടുത്തത് കൊണ്ട് ആ മനുഷ്യനത് കിട്ടുന്നു, അതുണ്ടാവുന്നു. പണമില്ലാത്തവൻ അത് കാണുമ്പോൾ അവൻ വലിയ ആളല്ലേ എന്ന് തോന്നും. ചിലപ്പോൾ അവർ തിരിച്ച് ചിന്തിക്കുന്നത് മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർക്ക് ചിലപ്പോൾ അയാളെക്കാട്ടിലും കൂടുതൽ സമ്പന്നത മനസ്സിനുണ്ടാവും, സ്വസ്ഥതയുണ്ടാവും. ചിലപ്പോൾ അയാൾ ആഗ്രഹിക്കുന്നതായിരിക്കും. പുറമേ കാണുമ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ വലിയ വാഹനങ്ങളും വലിയ വീടുകളും ആൾക്കാർ കണ്ടാൽ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ നമ്മൾ ചിലപ്പോൾ നമ്മുടെ ആയുസ്സിലൊരെണ്ണം അതുപോലെ അവരുപയോഗിക്കുന്നവരൊരെണ്ണം മേടിക്കാനായിരിക്കും ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അനവധി കളക്ഷൻസും ഒക്കെ ഉണ്ടായിട്ടും അങ്ങനെ ഉള്ളവർ പലരും ഈ അടുത്ത സമയത്ത് ഒരു ബിസിനസ്സുകാരൻ അങ്ങനെ വെടിവെച്ച് മരിച്ചത് നിങ്ങൾ കണ്ടതല്ലേ, എന്തില്ലാഞ്ഞിട്ടാണ്. അപ്പം
അതല്ല, അത് സുഹൃതമുള്ളത് കൊണ്ട്, അതിൻ്റെ സുഹൃതമുള്ളത് കൊണ്ട് അതുണ്ടാവും. ആ സുഹൃതം കിട്ടുന്ന സമയത്ത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാതെ അതിനെ ഉപയോഗിച്ചുകൊണ്ട് അവനവൻ്റെ സന്തോഷം ഏത് ഏരിയയിലാണെന്നുള്ളത് മനസ്സിലാക്കി അവനവനെ കെയർ ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ ഒരു സമയത്ത് നമ്മളിതൊന്നും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോകും നമ്മുടെ ഓട്ടത്തിനിടയിൽ. പക്ഷെ ഒരു സമയം കഴിയുമ്പോൾ തിരിച്ച് ചിന്തിക്കുമ്പം വല്ലാത്ത നഷ്ടബോധം തോന്നും. അത് പിന്നെ മുന്നോട്ട് പോയി ഡിപ്രസ്ഡ് ആവും. ഡിപ്രഷൻ്റെ ശരിക്കുള്ള ഡിപ്രഷൻ ഇന്ന് പറയുന്ന ഡിപ്രഷനല്ല, എല്ലാവരും ഇപ്പം ഇന്ത്യ ഡിപ്രഷൻ, അതല്ല. ശരിക്കുള്ള ഡിപ്രഷൻ എന്ന് പറയുന്നത് തിരിച്ചു കയറാൻ നിങ്ങൾ വർഷങ്ങളെടുക്കും. ഈ ബ്രേക്കപ്പായിട്ട് എന്നോട് എനിക്കറിയാവുന്ന പലരുമുണ്ട്. അവർ 3 വർഷമൊക്കെ ആയി നിരന്തരമായ സാധന ചെയ്ത് ആദ്യത്തെ 1 വർഷം കൊണ്ട് തന്നെ ഇവർ സ്റ്റേബിളാവും കുറച്ച്. പക്ഷേ 3-3.5 വർഷമൊക്കെ എടുക്കും ആ ഒരു ചീറ്റിങ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിട്ട് അതിൽ നിന്ന് പുറത്ത് ചാടി വരാൻ. അത് എന്തിനാത്രയും സമയങ്ങളെന്ന്. അപ്പോൾ അതുകൊണ്ട് നിരന്തരമായിട്ട് ഒരു പണിയിലൊക്കെ കൊണ്ടങ്ങ് തൃപ്തിപ്പെട്ടോളം. അതുകൊണ്ട് പാഠം പഠിച്ച് കയറി വരാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ ഒന്നിന് പുറകെ ആയിട്ട് ശ്രമിച്ച് വൻ വീഴ്ചകളിലേക്ക് പോയാൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ ഇത് കിടക്കും. ആ കിടക്കുന്നത് സബ്കോൺഷ്യസ്ലി കിടക്കുന്ന പല കാര്യങ്ങളും നമ്മളറിയാതെ തന്നെ നമ്മളുടെ സ്വഭാവത്തിൽ വരികയും മറ്റു പലർക്കും പല ഇറിറ്റേഷൻസും പ്രശ്നങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യും. പക്ഷെ അതെന്തിനാ അവരങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. കാരണം ഈ അറിയാതെ വരുന്ന പല കാര്യങ്ങളും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത് ഇവിടെ നിന്നാണ് ഇതിൻ്റെ ഒറിജിൻ എന്നുള്ളത്. അപ്പോൾ ആ ഒറിജിനിലേക്ക് എത്താൻ, ഈ ജന്മ ഒറിജിനിലേക്ക് എത്താൻ റിപ്പീറ്റഡായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധിക്കണം. കാരണം ഒരേ പാറ്റേൺ എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നത്, കർമ്മഫലങ്ങൾ വീണ്ടും വരുന്നത് ഇത് പൂർത്തിയാക്കാത്തത് കൊണ്ടാണ്. ശാപതാപങ്ങൾ, ജയവിജയന്മാർ കർമ്മഫലം പൂർത്തിയാക്കും. ഒന്നിൽ നിന്ന് ഭഗവാൻ തന്നെ തട്ടണം എന്നുള്ളത്, 3 പ്രാവശ്യം തട്ടിയാൽ തിരിച്ചവിടെ എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഹിരണ്യാക്ഷനെയും ഹിരണ്യാകശികളുമായത് അവിടുന്ന് പിന്നെ രാവണനിലേക്കും അവിടുന്ന് പിന്നെ കംസനിലേക്കും അല്ലെങ്കിൽ ശിശുപാലനിലേക്കും ഒക്കെ എത്തിയത് സെയിം റിപ്പീറ്റേഷൻ. സ്ഥലം മാറും, സാഹചര്യങ്ങൾ മാറും, പക്ഷേ സെയിം പാറ്റേൺ. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിക്കുക. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നു എന്നുള്ളൂ. എന്നാലും ഇതിനകത്തൊരു കാർമിക് ലിങ്ക് എന്ന് പറയുന്നത് പൂർവ്വജന്മത്തിലെ മുൻജന്മത്തിലെ ഒരു നല്ല സുഹൃത്താണ് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് പങ്കാളിയായി വന്നിരിക്കുന്നതെന്നും കൂടെ ഓർത്തുകൊള്ളുക. അതുകൊണ്ട് തന്നെ ഒരു സ്വാതന്ത്ര്യമാണ്. 7th ഹൗസിലോട് 11th നിൽക്കുന്നവർക്ക് നല്ല സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരായിരിക്കും, സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്നവരായിരിക്കും. പക്ഷേ ജീവിതത്തെ നശിപ്പിച്ചുകൊണ്ട് തൻ്റെ പറക്കാനുള്ള കഴിവാകുന്ന ചിറകുകളെ ഒടിച്ചിട്ടുകൊണ്ട് വെട്ടിക്കളഞ്ഞുകൊണ്ടുള്ളൊരു സ്വാതന്ത്ര്യത്തിലേക്ക് പോവാതിരിക്കുക. സ്നേഹമെന്നത് ഒരു ബന്ധമല്ല, ബന്ധിക്കപ്പെടേണ്ടതുമല്ല, ചിറക് വെട്ടിക്കളയേണ്ടതുമല്ല. അത് സ്വാതന്ത്ര്യം തന്നെയാണ്. പരസ്പരം ചിറകുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകി ഒരുമിച്ച് പറക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് 7th ഹൗസ് ലോർഡ് 11th നിന്നാലുള്ള ഫലം. ആഗ്രഹിച്ച പോലൊരു നല്ല പങ്കാളി ലഭിക്കാനുള്ള ഭാഗ്യമാണത്. അപ്പം വിവാഹശേഷം സാമ്പത്തിക ലാഭവും പങ്കാളി ഒരു നല്ല സുഹൃത്തായിരിക്കാനും എൻജോയ് ചെയ്യാനും ഒക്കെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഭഗവാൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് 7th ഹൗസ് ലോർഡ് 12th ഹൗസിൽ നിന്നാൽ എന്താണ് ഫലം ഒന്നും കൂടി നോക്കി നമുക്ക് ഈ ഒരു യാത്ര 7th ഹൗസിൻ്റെ യാത്ര നമുക്ക് നിർത്താം. 7ാം ഭാവാധിപൻ മോക്ഷഭാവത്തിൽ 12ൽ നിന്നാൽ എന്നുള്ളതാണ്. 7ാം ഭാവാധിപൻ 12ൽ വരുന്നത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് 7ാം ഭാവാധിപൻ 12ൽ വരുന്നത് ഒന്ന് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാം. വിവാഹശേഷം വിദേശത്ത് സെറ്റിലാവാനുള്ള യോഗമാണ് ഒന്നത്. വിദേശ യാത്ര അല്ലെ കടൽ കടന്ന് പോവുക, വിവാഹശേഷം അവിടെ പോയി സ്ഥലം മേടിച്ച് വീട് വെച്ച് അല്ലെങ്കിൽ അവിടെയൊക്കെ പോയി ഇപ്പം USA, കാനഡ അല്ലെങ്കിൽ അവിടെ പോയിട്ട് സ്ഥലം മേടിച്ചൊക്കെ അല്ലെങ്കിൽ വീട് വെച്ച് അവിടെ താമസിക്കാനുള്ളൊരു യോഗം. ആത്മീയമായിട്ടുള്ള ചിന്താഗതിയിലേക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരു വിരക്തിയൊക്കെ വന്ന് ആത്മീയമായിട്ടുള്ള ചിന്താഗതിയിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം. പിന്നെ സെക്ഷൽ പ്ലഷർ ആഗ്രഹിക്കുന്ന പോലെ സാധിക്കാനുള്ളൊരു കഴിവ് ഉണ്ടാവും, അല്ലെങ്കിൽ അങ്ങനെ അനുഭവിക്കാനുള്ള യോഗം ഉണ്ടാവും. അതൊരു യോഗമാണോ എന്ന് ചോദിക്കരുത്. ആഹാരം കഴിക്കുന്ന പോലെ
നമ്മുടെ ശരീരത്തിനും മനസ്സിനുമുള്ള പല കാര്യങ്ങളിലൊന്നാണ്. പ്രകൃതി മുന്നോട്ട് പോകുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പം അത് നല്ല രീതിയിൽ അനുഭവിക്കാൻ ഒരു ഭാഗ്യം വേണം. അത് ശാരീരിക ബന്ധമുണ്ടാവുക എന്നുള്ളതോ അല്ല, സന്താനമുണ്ടാവാൻ ഒരു ഭാഗ്യം വേണം, ശാരീരിക ബന്ധമുണ്ടാവാൻ ഒരു ഭാഗ്യം വേണം, നല്ല പാർട്ട്ണറെ കിട്ടാനൊരു ഭാഗ്യം വേണം, നല്ല ശാരീരിക ബന്ധമുണ്ടാവാനൊരു ഭാഗ്യം വേണം, നല്ല സന്താനങ്ങളുണ്ടാവാനൊരു ഭാഗ്യം വേണം. ചില കുട്ടികൾ നമ്മൾ കണ്ടാൽ, ഞാൻ പണ്ടൊരു വീഡിയോയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ നമ്മുടെ അടുത്തൊരു ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഞാൻ അതെടുത്ത് എൻ്റെ മുന്നിൽ കിടന്നൊരു വണ്ടിയാണ് ഇടിച്ചത്. അപ്പം ഞാനാണ് എൻ്റെ തൊട്ട് പുറകിൽ വന്നത്. അപ്പം അവരുടെ കൂടെ ഒന്ന് ചെല്ലാൻ പറഞ്ഞു. അപ്പം ഞാൻ സ്കൂട്ടറിലായിരുന്നു. അപ്പോൾ വണ്ടി ഒതുക്കി വെച്ചിട്ട് ഞാൻ അവരുടെ കൂടെ കയറി ചെന്നു. തിരിച്ചു കൊണ്ടുപോയിട്ടേക്കാം. പണ്ട് ഈ കൂടെ പോകുന്നവരുടെ പേരിൽ പോലീസ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കേസ് അങ്ങനെ കുറേ വിഷയങ്ങളുള്ളതുകൊണ്ട് മിക്ക ആൾക്കാരും കയറി പോകത്തില്ലായിരുന്നു. അപ്പം ഞാൻ കയറിപ്പോയി. അപ്പം പോലീസ് വന്നതിൻ്റെ സൈൻ ചെയ്തിട്ട് വരത്തുള്ളായിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും വണ്ടി ഇടിച്ചു. എൻ്റെ വണ്ടിയല്ല തട്ടിയത്. അപ്പം ഞാൻ അവരുടെ കൂടെ പോയി അവിടെ ഇരുന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയുണ്ട്. ഒരു ഉമ്മ, കായംകുളം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കണ്ടതാണത്. എൻ്റെ നാട് ഉള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കണ്ട ഒരു ഉമ്മ, മകന് ഒരു 24-25 വയസ്സുണ്ടാവും. ഉമ്മ പ്യുവർലി കിടപ്പാണ്. മലമൂത്ര വിസർജനങ്ങളൊക്കെ കിടക്കുന്നിടത്ത് ആണ്. ആ മകൻ ആ അമ്മയെ നോക്കുന്നത് കണ്ടിട്ട് ഞാൻ, അമ്മമാർ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കത്തില്ലേ, ഇതൊരു വാർഡിലാണ്. അപ്പോൾ ഇദ്ദേഹത്തെ ആക്സിഡൻ്റായ പുള്ളിയെ എമർജൻസിയിൽ നിന്ന് വാർഡിലേക്ക് മാറ്റി അവരുടെ ബന്ധുക്കളെ വരുന്നിടം വരെ അവരെല്ലാം അറിയിച്ച്. പുള്ളിക്ക് ആദ്യം ബോധമൊന്നും കിട്ടില്ല, ഇങ്ങനെ ഇരിക്കത്തില്ല. പുള്ളി വീണ് അങ്ങ് ബാലൻസ് പോയി. അപ്പോൾ ഇങ്ങനെ നമ്മൾ നൂത്തിരുത്തിയാലും പുള്ളി കട്ടിലേക്ക് അങ്ങ് കിടക്കും. അപ്പം അവരുടെ ബന്ധുക്കൾ വരുന്നിടം വരെ ഞാനും എൻ്റെ കൂടെ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളും ഉണ്ടവിടെ. അപ്പോൾ ബന്ധുക്കൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഈ കാഴ്ച അവിടെ ഇരുന്നുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ഓരോ വിഷയത്തിലെ ഭാഗ്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, മുസ്ലിം, അതായത് ഒരു ഉമ്മയാണ്, ഒരു ഇതൊക്കെ കെട്ടിയ ഒരു ഉമ്മയാണ്. ആ മകൻ ആ അമ്മയെ നോക്കുന്നത്. ഞാൻ പറഞ്ഞത്, ഇപ്പം എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് കുഞ്ഞുങ്ങളെ വൈഫ് നോക്കുന്ന പോലെ, അല്ലെങ്കിൽ എൻ്റെ അമ്മയൊക്കെ കുഞ്ഞിനെ കുളിപ്പിച്ച് ഇങ്ങനെ എടുത്ത് ഒരുക്കി രാവിലെ കുറിയൊക്കെ തൊട്ട് ഇങ്ങനെ കുഞ്ഞുങ്ങളെ ഏതൊരമ്മമാരും സ്വന്തം കുഞ്ഞുങ്ങളെ ഏതൊരമ്മയും നോക്കി വെച്ചേക്കുന്നത് അതുപോലെ ആ 25 വയസ്സുള്ള കുട്ടി, 25 വയസ്സുള്ള ചെറുപ്പക്കാരാണ്. എനിക്കും 10, 26, 27 വയസ്സേ ഉള്ളൂ. 26 വയസ്സില്ല എനിക്കന്ന്. ഞാൻ വളരെ ചെറുപ്പമാണ്. അപ്പോൾ ഇത് ഞാൻ കണ്ടുകൊണ്ട് ഞാൻ കുറേ നേരം അവിടെ ഇരുന്നു. മുടിയൊക്കെ കുളിപ്പിച്ചിട്ട്, മുടിയൊക്കെ ഷാമ്പൂ ഇട്ട് ബക്കറ്റിനകത്ത് വെള്ളം കൊണ്ടുവന്ന് കഴുകി തോർത്തി, ആ വാർഡിനകത്താണെന്ന് ആലോചിക്കണം. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഇപ്പം തന്നെ പലപ്പോഴും ആൾക്കാർ പോകാൻ അത്ര വൃത്തിയൊന്നുമില്ല. അത് ചാനലുകളിൽ വലിയ സംഭവങ്ങളൊക്കെ പറയുമെങ്കിൽ നിങ്ങളൊന്ന് താലൂക്ക് ഹോസ്പിറ്റലുകളിലോ മെഡിക്കൽ കോളേജുകളിലോ ഒക്കെ ഒന്ന് പോയി നോക്കണം. പ്രത്യേകിച്ച് അവിടുത്തെ വാർഡുകൾ. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോലും ആൾക്കാർ റൂം എടുക്കാൻ നോക്കുമ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ വാർഡ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് ചിന്തിച്ച് നോക്കണം. അപ്പോൾ ഈ മുടിയൊക്കെ കട്ടിലിങ്ങനെ ഇറക്കി കിടത്തി ഇങ്ങനെ പൊക്കി വെച്ചിട്ട്, തലയാണ വെച്ച് പൊക്കിയിട്ട് മുടിയൊക്കെ ഇങ്ങനെ വിരിച്ചിട്ട് ഉണക്കി, എനിക്ക് ഭയങ്കര ഒരു ഐ ഓപ്പണിങ് ആയിരുന്നു. ഞാനപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നി, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ എൻ്റെ അവസ്ഥ വരുമെങ്കിൽ ഞാനിതുപോലെ നോക്കുമോ എന്നുള്ളത്. അപ്പം അങ്ങനെയുള്ള മക്കളുണ്ടാവാനും വേണം ഒരു ഭാഗ്യം. അതുപോലെ തന്നെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ നല്ല ആത്മീയ ചിന്താഗതിയുള്ളവർ വരാനൊരു ഭാഗ്യം വേണം. കിടപ്പറയിൽ സംതൃപ്തി ഉണ്ടാകുന്നൊരു പാർട്ട്ണർ ഉണ്ടാവാനും, അല്ലെങ്കിൽ സ്വയം അതുണ്ടാവാൻ, അത് അനുഭവിക്കാൻ എല്ലാ തരത്തിലും, അവിടുന്നായാലും ഇവിടുന്നായാലും ഈ ഒരു യോഗം വേണം. നല്ല സന്താനങ്ങളുണ്ടാവാൻ ഒരു യോഗം വേണം. നല്ല കൂട്ടുകാരുണ്ടാവാൻ ഒരു യോഗം വേണം. ഈ ജീവിതം ഭംഗിയായിട്ട് അനുഭവിച്ച് തീർക്കാനും ഒരു യോഗം വേണം. കാരണം എന്താ, അൾട്ടിമേറ്റായിട്ടുള്ള ലക്ഷ്യം മോക്ഷമാണ്. 12th ഹൗസാണ് സെൽഫ് റിയലൈസേഷൻ അസ്ട്രോളജിയിൽ. അപ്പോൾ 7th ഹൗസ് ലോഡ് 12th നിന്ന്, ഞാൻ തമാശയ്ക്ക് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയും, 7ാം ഭാവാധിപൻ 12ൽ നിന്ന് ഉറപ്പായിട്ടും കല്യാണത്തിന് ശേഷം അവന് മോക്ഷം ഉറപ്പാണ്. അപ്പോൾ 7th ഹൗസിലോട് 12th നിന്ന് വിവാഹശേഷം
പ്രതിസന്ധികൾ കാരണം മോക്ഷം വരും എന്നാണ് പറയുന്നുണ്ടെങ്കിലും അവരങ്ങനെ തന്നെ വേണം എന്നൊക്കെ പറയും. പക്ഷെ എന്നാൽ പോലും ഇതൊക്കെയാണ് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ. ഒരു ഭാഗ്യം ഉണ്ടാവും ചില കാര്യങ്ങളിൽ. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. 7th ഹൗസിൻ്റെ 6th ഹൗസ് 6ാം ഭാവമാണ്. ലഗ്നാൽ 12ഉം 7ആൽ 6ാം ഭാവമാണ് 12ാം ഭാവം എന്ന് പറയുന്നത്. അപ്പം 6-12 എന്ന് പറയുന്നത് 100% പെയിനാണത്. നമ്മളിങ്ങനെ നോക്കുമ്പം 7ാം ഭാവത്തിൽ നിന്ന് 6ാം ഭാവം എന്ന് പറയുന്നത് 6ാം ഭാവം എന്ന് പറയുന്നത് പെയിൻ പോയിൻ്റാണ്. 12th എന്ന് പറയുന്നത് നഷ്ടവുമാണ്. അപ്പം ഒരു പക്ഷേ വിദേശത്ത് പോയി സെറ്റിലായിട്ട് പങ്കാളിയുമായിട്ട് അകന്ന് കഴിയേണ്ടതായിട്ട് വരാം. സെപ്പറേഷൻ അല്ലെങ്കിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ്. വളരെ അടുത്ത ബന്ധമായിരിക്കും, പക്ഷെ ഭയങ്കര ലോങ് ആയിരിക്കും. വിവാഹമോചനമുണ്ടാവാം, ഡിവോഴ്സ് വരാം, പങ്കാളിക്ക് അസുഖങ്ങൾ വരാം, പങ്കാളി നിമിത്തം ധാരാളം ധനനഷ്ടങ്ങളുണ്ടാവാം. ധനം മോഷ്ടിച്ചല്ല, നിങ്ങളുടെ ധനം, നിങ്ങളുടെ അധ്വാനം നശിപ്പിച്ച് കളയുന്ന പങ്കാളിയാവാം. അല്ലെ പങ്കാളിക്ക് വേണ്ടി ഒരുപാട് ധനം ചിലവാക്കേണ്ടി വരാം. പങ്കാളിയുടെ ഇഷ്ടത്തിന് ധനങ്ങൾ ചിലവാക്കി അവരുടെ ഇഷ്ടത്തിനും താളത്തിനും തുള്ളി ജീവിതത്തിൽ പരാജയപ്പെടാം. അങ്ങനെയൊക്കെ വരാം. വിവാഹ നിമിത്തം ധാരാളം ധനനഷ്ടം, അല്ലെങ്കിൽ വിവാഹം കഴിച്ച് അവരുണ്ടെന്ന് കേസ് കൊടുത്ത് ധാരാളം ധനം കോമ്പൻസേഷനായിട്ട് കൊടുക്കേണ്ടി വരിക. അങ്ങനെയൊക്കെ വരാം. ശ്രദ്ധിക്കുക. ഒരു പക്ഷേ ഇതിൻ്റെ ഒരു കാർമിക് ലിങ്ക് എന്ന് പറയുന്നത് ഇതൊരു പക്ഷേ നിങ്ങളുടെ അവസാന ജന്മമാകാം. ഈ ബന്ധത്തിലൂടെ തന്നെ നിങ്ങളുടെ ഭൗതിക ആസക്തികളെല്ലാം തന്നെ പൂർണ്ണമായിട്ട് വിരക്തി വരും. ആസ്വദിച്ച് തീരുകയും വിവാഹശേഷം അനവധി വിഷയങ്ങൾ അനുഭവിച്ച് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരികയും ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ ഭൗതികപരമായിട്ടുള്ള പല ആസക്തികളും ഇതൊക്കെ നൈമിഷികമാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് മോക്ഷത്തിലേക്ക് പോകാനുള്ള കർമ്മങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി നിങ്ങളിലേക്ക് വന്നു തുടങ്ങും. വിവാഹശേഷം കുറച്ചു കാലം കഴിയുമ്പോൾ മുതൽ ആ ഒരു ചിന്ത പൂർവികമായിട്ട് തന്നെ, പൂർവ്വജന്മമായിട്ട് തന്നെ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനൊരു പാർട്ണറെ കിട്ടുന്നതും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നതും. വിട്ടുകൊടുക്കലാണ് മോക്ഷത്തിൻ്റെ അടിസ്ഥാനം. വിട്ടുകൊടുത്ത് ആ ഡെപ്റ്റിൽ നിന്നും പുറത്ത് ചാടുക, ആ ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്ത് ചാടുക എന്നുള്ളതാണ്. വിട്ടുകൊടുക്കലാണ് തിരിച്ചറിവ്. വിട്ടുകൊടുക്കലാണ് ഏറ്റവും വലിയ സ്നേഹവും. പിടിച്ചു വെക്കുന്നതെന്തും പിടിച്ചു പറിച്ച് വാങ്ങിക്കുന്നതെന്തും ഒരു ദിവസം വിട്ട് കളയേണ്ടി വരും. അത് വേദനയായി തീരും എന്നുള്ളതാണ്. എത്ര കാലം പിടിച്ചു വെക്കുന്നു അത്രയും കാലം അത് വേദനയായി തീരും എന്നുള്ളതാണ്. പോകാനുള്ളത് എത്ര ബലം പിടിച്ചു വെച്ചാൽ നമുക്ക് തോന്നും അവരില്ലാതെ ജീവിക്കാൻ പറ്റില്ല, ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ പറയും. എങ്ങനെയെങ്കിലുമൊക്കെ പല ട്രിക്കുകൾ ഉപയോഗിച്ച് പിടിച്ചു നിർത്താൻ നോക്കും. പക്ഷെ അത് പോവും. അതങ്ങ് പോയി കഴിയുമ്പം കുറച്ച് കഴിയുമ്പം അറിയാതൊരു ആശ്വാസം വരികയും ചെയ്യും. കുറച്ച് സമയമെടുക്കും. ചിലപ്പോൾ വലിയ വേദനയിലൂടെ ആയിരിക്കും അത് അകന്ന് പോകുന്നത്. ചിലപ്പോൾ സ്വാഭാവികമായിട്ട് അതങ്ങ് പോവുകയും ചെയ്യും. പക്ഷെ അത് പിന്നീട് അത് പോയത് നന്നായി, അല്ലെങ്കിൽ നിങ്ങളുടെ വളർച്ചയ്ക്ക് അത് നന്നായി എന്ന് തോന്നുകയും ചെയ്യും. പലപ്പോഴും ഭാവിയെ ആലോചിച്ചുള്ള പേടിയാണ് പലർക്കും ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാകുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ളതാണ്. 7ാം ഭാവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല കാര്യങ്ങളും നോക്കുമ്പം ഭാവിയിൽ എന്താവും, ഞാൻ നാളെ ഒറ്റപ്പെട്ടു പോകില്ലേ, പിള്ളേരെല്ലാം വലുതായി അവരുടേതായ രീതിയിൽ പോകില്ലേ എന്നൊക്കെയുള്ളൊരു ചിന്ത വരും. നിങ്ങളുടെ ജീവിതം കൃത്യമായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടും നിങ്ങളുടെ ജീവിതം വർത്തിയായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ്. കടമകൾ ചെയ്യണം, 100% കടമകൾ ചെയ്യണം. കടമകളോടൊപ്പം ഒറ്റയ്ക്ക് നിൽക്കാനും പഠിക്കണം. മക്കളെ അത് പഠിപ്പിച്ചു കൊടുക്കണം. ആരുമില്ലെങ്കിലും ഈ ലോകത്ത് ഞാൻ മാത്രം ബാക്കിയായാലും എനിക്ക് ജീവിക്കാൻ കഴിയണം. അതാണ് അടിസ്ഥാനപരമായ വിഷയം. അപ്പം അത് തന്നെയാണ് മോക്ഷവും. അതൊരു യുണീക്ക് എക്സ്പീരിയൻസാണ്. അത് എല്ലാവർക്കും ഉള്ളതാണ്. നമ്മൾ ഓരോരുത്തരും യുണീക്ക് ആയതുപോലെ തന്നെ പലതരത്തിലുള്ള കാണുമ്പോൾ ഒരേപോലെ അനുഭവങ്ങളൊക്കെ തോന്നാം. ജനനവും മരണവും വളർച്ചകളും നരയും തൊക്ക് ചുളുങ്ങുന്നതും വാർദ്ധക്യത്തിൽ അസുഖം വരുന്നതും മരിക്കുന്നതായിട്ട് തോന്നും. പക്ഷേ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ ഓരോ വലിയ ഷേക്സ്പിയറോ അല്ലെങ്കിൽ മഹാഭാരതം പോലുള്ള
ഒരുപാട് ലെയറുകളുള്ള ഒരു ജീവിതമായിരിക്കും. ആലോചിക്കുക, ഓരോ ദിവസവും അനുഭവിക്കുന്ന കഥകൾ, ഓരോ ദിവസവും കടന്നു പോകുന്ന ചിന്തകളൊക്കെ കൂടെ നമ്മളൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ എന്തോ വിചിത്രമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെയാണോ ചിന്തിക്കുന്നതെന്ന് ആലോചിച്ചു. ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് നോക്കിയാൽ തന്നെ അത് മനസ്സിലാവില്ലേ? അപ്പം മോക്ഷമാണ്, പരമമായ അവസ്ഥയിലേക്ക് എത്താൻ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകും. അത് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ആ വിട്ടുകൊടുക്കൽ തന്നെയാണ് ഏറ്റവും വലിയ ഭാരം ഒഴിവാക്കുന്ന അവസ്ഥ എന്നുള്ളത് തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളതാണ്. എന്നിട്ട് കടമകൾ ചെയ്ത് മുന്നോട്ട് പോവുക. വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ലയോ, നിങ്ങൾ പിടിച്ച് അങ്ങനെ തന്നെ ഇരുന്ന് മുന്നോട്ട് പോയിക്കൊള്ളുക. ആ വേദനകൾ അനുഭവിക്കാൻ യോഗം ഉള്ളതുകൊണ്ടാണ് അത് വിടാത്തത്. ആ വേദനകൾ അനുഭവിച്ച് ആ ഡെപ്റ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ പോവുകയും ചെയ്യും. എല്ലാത്തിനും ഒരു കാലമുണ്ട്. കാലമെല്ലാം സാക്ഷിയായിട്ട് കൂടെ ഉണ്ടാവും. കാലമെല്ലാം മനസ്സിലാക്കി തരികയും ചെയ്യും. കാലമാണ് തിരിച്ചറിവ് തരുന്നത്. അത് ഈ ജന്മത്തിൽ തന്നെ ആവണമെന്നില്ല. മുന്നോട്ട് പോകുമ്പോൾ പുതിയ പുതിയ ജന്മങ്ങളിൽ കാലമുണ്ടാവുമെന്നും സാക്ഷിയായി മുന്നോട്ടുള്ള ഒഴുക്കിൽ. അപ്പം 7th ഹൗസ് ലോഡ് എന്ന് പറയുന്നത് ഒരാളുടെ ലഗ്നത്തിൻ്റെ നേരെ പകുതിയാണ്, നേരെ ദൃഷ്ടി വരുന്ന ഭാഗമാണ്. വളരെ വിശദമായിട്ട് എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മുടെ ഈ ഒരു ലിമിറ്റേഷനുള്ളിൽ നിന്നുകൊണ്ട് അനവധി വിഷയങ്ങൾ ഈ ഭാവവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാരക വിഷയങ്ങൾ, പല ഗ്രഹങ്ങൾ നിന്നാൽ അതിൻ്റെ കോമ്പിനേഷൻസ്, അതുപോലെ തന്നെ ഭാവാധിപൻ വിവിധ ഭാവങ്ങളിൽ നിന്നാൽ വരെ ഞാൻ വളരെ കുറച്ച് മാത്രം എടുത്ത് പോകണം എന്ന് വിചാരിച്ച ഒരു സബ്ജക്റ്റ് ആയിരുന്നു ഇത്. പക്ഷേ അത് വളരെ വിശാലമായിട്ട് തന്നെ പഠിക്കാനുള്ള പാകത്തിൽ അനവധി വീഡിയോകളായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിന് ഭഗവാൻ മഹാലക്ഷ്മിയും അതുപോലെ തന്നെ ഭഗവതിയും ഒക്കെ നന്നായിട്ട് അനുഗ്രഹിച്ചു. അതിന് ഭാഗ്യമുണ്ടായി. അപ്പം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് അത് ചെയ്തത്. പഠിക്കുക, ജാതകം മനസ്സിലാക്കുക, ഒരുപാട് വിഷയങ്ങൾ വീണ്ടും ഇത് കേട്ട് മനസ്സിലാക്കി പഠിച്ച ശേഷം പുതിയ പുതിയ വിഷയങ്ങൾ ഇത് വെച്ചുകൊണ്ട് തന്നെ അനവധി വിഷയങ്ങൾ പഠിക്കുക. ഇതിലറിയാതെ എങ്ങാനും എനിക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യനാണ്, ലിമിറ്റേഷൻ ഉണ്ടാവും. അറിഞ്ഞുകൊണ്ടൊന്നും നമുക്ക് ചെയ്യില്ല, അറിയാതൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ടാവാം. അപ്പം അത് ക്ഷമിക്കുക, അത് തള്ളിക്കളഞ്ഞ് ശരിയാണെന്ന് തോന്നുന്നത് മാത്രം എടുത്ത് മുന്നോട്ട് പോവുക. അപ്പം അടുത്ത ക്ലാസ് മുതൽ നമുക്ക് 8th ഹൗസിനെ കുറിച്ച് പഠിക്കാം. 8th ഹൗസ് വളരെ വിശദമായിട്ട് വളരെ നിഗൂഢമായിട്ട് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. എന്നാൽ കഴിയുന്ന രീതിയിൽ പെട്ടെന്നാർക്കും ആ രഹസ്യ സ്വഭാവം, ആ ഭാവത്തിൻ്റെ രഹസ്യ സ്വഭാവം തന്നെ പരസ്യമാക്കിയിട്ടാലും രഹസ്യമായി തന്നെ ഇരിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു നിഗൂഢ നേച്ചറുണ്ട്. അപ്പം അത് എങ്കിലും പരമാവധി അത് പറയാൻ ശ്രമിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ആയുസ്സും അതിൻ്റെ ഗണിതങ്ങളും അതിൻ്റെ വിഷയങ്ങളും അത് ചിന്തിക്കുന്ന കാര്യങ്ങളും അഷ്ടമത്തിൻ്റെ രഹസ്യങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. നമസ്കാരം.